ഇൻവേർട്ടേഴ്സ് പിന്നെ ഓപ്റ്റിമൈസേഴ്സ്. മൈക്രോ ഇൻവേർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ബെസ്റ്റ് ബ്രാൻഡായിട്ടുള്ളത് എൻഫേസ് ആണ്. എൻഫേസ് ഒരു അമേരിക്കൻ കമ്പനിയാണ്. മൈക്രോ ഇൻവേർട്ടേഴ്സിൽ ഇനിയൊരു ബ്രാൻഡുണ്ട്, ഹോയ്മൈൽസ് ചൈനീസ് കമ്പനിയാണ്. ഓപ്റ്റിമൈസേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ സോളാർ എഡ്ജ് ആണ്. സോളാർ എഡ്ജ് അവൈലബിൾ ആണ്. സോളാർ എഡ്ജ് ബേസിക്കലി ഇസ്രായേൽ ബേസ്ഡ് ബ്രാൻഡാണ്. സോ അവരുടെ ഇൻവേർട്ടേഴ്സ് അസംബിൾ ഇൻ ചൈന തന്നെയാണ്. ഓക്കെ, സോ ഈ എൻഫേസ് ആൻഡ് സോളാർ എഡ്ജ് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ രണ്ടിലും നമുക്ക് മോഡ്യൂൾ ലെവൽ മോണിറ്ററിങ് കാണാൻ പറ്റും. ഓരോ പാനലിൽ നിന്നും എത്ര ജനറേഷൻ വരുന്നുണ്ടെന്ന് നമുക്ക് വാട്ട് ഹവറിൽ കാണാൻ പറ്റും, വീക്ക് ആകുമ്പം കിലോ വാട്ട് ഹവറിൽ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് മോണിറ്ററിങ് കുറച്ചുകൂടെ എലോബറേറ്റ് അനലൈസ് ചെയ്യാൻ പറ്റും. എവിടെയാണ് പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജ് കറണ്ട് ഇൻ ഈച്ച് പാനൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഡിഫക്ട്സ് വരുവാണെങ്കിൽ പാനലിൽ നമുക്ക് എളുപ്പത്തിൽ അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ സേഫ്റ്റി ആസ്പെക്ട്സും രണ്ട് ഇൻവേർട്ടേഴ്സിലും നല്ല ബെസ്റ്റ് സേഫ്റ്റി ആസ്പെക്ട്സ് ആണ്. പക്ഷേ സോളാർ എഡ്ജ് ആക്ച്വലി ഒരു കമേഴ്ഷ്യൽ ബ്രാൻഡാണ്. സോ കമേഴ്ഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ അവരുടെ സേഫ്റ്റി കുറച്ചുകൂടെ എലോബറേറ്റ് ആണ്, കുറച്ച് കൂടുതലാണ്. നമ്മുടെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ റെസിഡൻഷ്യൽ ഇൻവേർട്ടേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ എൻഫേസ് ചൂസ് ചെയ്യാൻ പറ്റും. കമേഴ്ഷ്യൽ സിസ്റ്റംസ് നമ്മൾ പോവുകയാണെങ്കിൽ സോളാർ എഡ്ജ് ചൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് സോളാർ എഡ്ജ് കമേഴ്ഷ്യലിൽ കുറച്ചുകൂടെ എലോബറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. 8 kW, 33 kW, 17 kW ഇങ്ങനത്തെ സിസ്റ്റംസ് ആണ്. ഇപ്പോൾ ഈവൻ സിംഗിൾ ഫേസ് അവരുടെ HD വേവ് ടെക്നോളജീസ് ഉണ്ട്. സോ വാറണ്ടി നോക്കുകയാണെങ്കിൽ എൻഫേസിന് 10 years വാറണ്ടിയാണ്. സോളാർ എഡ്ജ് ഓപ്റ്റിമൈസേഴ്സിന് 12 years, ഇൻവേർട്ടറിന് 10 years ആണ്. ബിക്കോസ് സോളാർ എഡ്ജിൽ ഓപ്റ്റിമൈസർ പ്ലസ് ഇൻവേർട്ടർ ആയിട്ടാണ് വരുന്നത്. എൻഫേസിൽ നമുക്ക് എൻവോയും പിന്നെ മൈക്രോ ഇൻവേർട്ടേഴ്സ് ആണ് വരുന്നത്. ഇപ്പം IQ7, IQ7A, IQ8 വരാൻ പോകുന്നുണ്ട്. സോ വാറണ്ടി എന്ന് പറയുന്നത് 10 years ഉണ്ട്, 10 to 12 years ഉണ്ട്. നമുക്കിതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 15 years എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, പിന്നെ 25 years വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ ജനറൽ നമുക്ക് 10 years ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ വാറണ്ടി കിട്ടുന്നത് മൈക്രോ ഇൻവേർട്ടേഴ്സിനും സോളാർ ഓപ്റ്റിമൈസേഴ്സിനുമാണ്. സോ സ്ട്രിങ് ഇൻവേർട്ടേഴ്സിനെക്കാളിലും ഈ മൈക്രോ ഇൻവേർട്ടേഴ്സിനും ഓപ്റ്റിമൈസേഴ്സിനും കോസ്റ്റ്ലിയാണ്, വില കൂടുതലാണ്. ഓക്കെ, അതിൻ്റെ അത്രയും അവർ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് നമുക്ക് ഓരോ പാനലിൽ നിന്നും മാക്സിമം ജനറേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ പാനലിനെയും ഐസൊലേറ്റ് ചെയ്ത് അതിൻ്റെ ജനറേഷൻ എടുത്തിട്ടാണ് നമുക്ക് ക്ലബ് ചെയ്ത് സോളാർ പവർ പ്ലാന്റിൽ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ 26 യൂണിറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് 26 യൂണിറ്റ്സ് കിട്ടണം, ഇയർ ഓൺ ഇയർ കിട്ടണം. ഓക്കെ, ഒരു ദിവസം നമുക്കൊരു 30 യൂണിറ്റ് കിട്ടുന്നു, അടുത്ത ദിവസം നമുക്കൊരു 20 യൂണിറ്റ് കിട്ടുന്നു. അപ്പം അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് നമുക്ക് ഓപ്റ്റിമൈസേഴ്സ് അല്ലെങ്കിൽ അഥവാ മൈക്രോ ഇൻവേർട്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും വെൻ കമ്പയർ ടു സ്ട്രിങ് ഇൻവേർട്ടേഴ്സ്. ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഏത് ബെസ്റ്റ് ഇൻവേർട്ടർ നമുക്ക് സോളാർ ഓൺ ഗ്രിഡ് ഇൻവേർട്ടർ ഏത് ബെസ്റ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈനലി നമ്മൾ നോക്കുവാണെങ്കിൽ കോസ്റ്റ് അനുസരിച്ചായിരിക്കും. ഇപ്പം ഒരു കസ്റ്റമർ അഥവാ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, ഇപ്പം ഇന്ന ബഡ്ജറ്റ് ഉണ്ട്, ഇന്ന കിലോവാട്ട് സിസ്റ്റം ഒക്കെയാണ്. അപ്പം ഏതാണ് അതിനനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഒരു പ്രീമിയം ഇൻവേർട്ടർ ചൂസ് ചെയ്യുവാണെങ്കിൽ നോർമൽ പാനൽ ചൂസ് ചെയ്താൽ മതി. ഒരു പ്രീമിയം പാനൽ ചൂസ് ചെയ്യുവാണെങ്കിൽ നോർമൽ ഇൻവേർട്ടർ ചൂസ് ചെയ്താൽ മതി. ഇപ്പം രണ്ടും ഇപ്പം ബഡ്ജറ്റ് ഒരു കൺസ്ട്രെയിൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും പ്രീമിയം ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വാല്യൂ ഓഫ് മണി കിട്ടും. വാല്യൂ ഓഫ് മണി അതുപോലെ സാറ്റിസ്ഫാക്ഷൻ, പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കും വാറണ്ടി മറ്റു കാര്യങ്ങളിൽ. സോ എൻ്റയർലി ബഡ്ജറ്റിനനുസരിച്ചായിരിക്കും നമ്മൾ ഇൻവേർട്ടേഴ്സ് ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പം ഷെയ്ഡൊക്കെ ഉള്ള സ്ഥലം, ഇപ്പം നിങ്ങൾക്ക് അഥവാ നല്ലൊരു രീതിയിൽ ഷാഡോ ഉണ്ട്. ഇപ്പം നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ നോക്കാറുണ്ട്, ഇപ്പം കോട്ടയം പോലത്തെ സ്ഥലങ്ങളൊക്കെ ഒത്തിരി ഷാഡോ ഉണ്ട്. എല്ലാ വീട്ടിലും, ടൗണിലല്ല, നമ്മൾ ടൗണിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ മാക്സിമം വീടുകളിൽ നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ റബ്ബറിൻ്റെ മരങ്ങളും മറ്റു മരങ്ങളും ആയിരിക്കും. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ മാക്സിമം ഒരു ഓപ്റ്റിമൈസർ സിസ്റ്റംസ് അല്ലെങ്കിൽ മൈക്രോ ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഷാഡോ ഇല്ല, ഷാഡോ ഫ്രീ ക്ലീൻ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം ചൂസ് ചെയ്യാം, ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്ട്രിങ് ഇൻവേർട്ടേഴ്സ് ചൂസ് ചെയ്യാം. അഗെയിൻ സ്ട്രിങ് ഇൻവേർട്ടേഴ്സ് ചൂസ് ചെയ്യുമ്പം ഏത് ബ്രാൻഡാണ്, യൂറോപ്യൻ ആണോ, ചൈനീസ് ആണോ, അതോ റീബ്രാൻഡഡ് ഇന്ത്യൻ ഇൻവേർട്ടേഴ്സ് ആണോ, അത് നിങ്ങളുടെ ചോയ്സ് ആണ്.